വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മള് 2024 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് എ ആണത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നൊരു ഡിറ്റർമിനന്റ് തന്നെയാണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മളിപ്പോ ഡിറ്റർമിനന്റ് തന്നെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഡിറ്റർമിനന്റ് കാണാൻ എല്ലാവരും പഠിച്ചു വെച്ചേക്കാം കേട്ടാ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4, 1, 2, 3 ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്താ പറയാ? 4 × 3 12 മൈനസ് 1 × 2 2 അല്ലെ എന്ന് പറഞ്ഞാൽ 10 കിട്ടി. അടുത്തത് രണ്ട് മെട്രിക്സ് വന്നത് ആഡ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. A+B കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞ മെട്രിക്സ് ഏതൊക്കെയാ? 2 - 1 -3 4 എന്ന് പറയുന്ന മെട്രിക്സും അതേപോലെ -3 -1 3 2 എന്ന് പറഞ്ഞ മെട്രിക്സും കൂടി ആഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈക്വൽ ടു എന്ത് ചെയ്യാ? കറസ്പോണ്ടിങ് എൻട്രീസ്, അതായത് 2 + -3 എന്ന് പറഞ്ഞാൽ 2 - 3 എന്ന് വെച്ചാൽ -1 അല്ലെ. അടുത്തത് -1 + -1 എന്ന് പറഞ്ഞാൽ -2 അല്ലേ അത്. അതുപോലെ -3 + 3 എന്ന് പറഞ്ഞാൽ അത് 0 ആയി പോയി. അതേപോലെ 4 + 2 അല്ലെ എന്ന് പറഞ്ഞാൽ അത് 6 ആയി. അപ്പൊ അതും കിട്ടിയില്ലേ? കണ്ട, വെറുതെ മാർക്ക് കളയാൻ നിൽക്കണ്ട. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ചെയ്ത് നമുക്ക് വരുന്നത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് അല്ലെ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താ? അതിന്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഞാൻ അതിനെ എ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ എ വെക്ടറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈക്വൽ ടു √(1² + -1ന്റെ സ്ക്വയർ +2 സ്ക്വയർ). ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ √1 + 1 + 4 4 1 5 5 1 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √6 അല്ലേ ആൻസർ വരുന്നത്. അടുത്തത് ഫൈൻഡ് ദ ഡോട്ട് പ്രൊഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. നമ്മള് സ്കെയിലാർ മൾട്ടിപ്പിൾ ആണ് അല്ലെ. നമുക്ക് ഐയും ജെയും കെയും ഒന്നും ഉണ്ടാവില്ല. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ A.B എന്ന് പറയുമ്പോ എന്ത് ചെയ്യാ? ഇവിടത്തെ ഐ കമ്പോണന്റ് എത്രയാ? 1, ഇവിടത്തെയോ 3. അപ്പൊ 1 × 3 3 പ്ലസ് അടുത്തത് ഇവിടെ ജെ കമ്പോണന്റ് എത്രയാണ്? 2. ഇവിടത്തെ ജെ കമ്പോണന്റോ -1. അപ്പൊ എന്ന് പറഞ്ഞാൽ 2 × -1 -2. അടുത്തത് കെ കമ്പോണന്റ് ഇവിടെ എത്രയാ? -3 അതേപോലെ ഇവിടെയോ 2 അല്ലെ × 2. ശരിയല്ലേ? നോക്ക്, ഇതിന്റെ ഒക്കെ ഇടയിൽ പ്ലസുകളാണ് വരണ്ടേട്ടാ. ഇവരിങ്ങനെ മൈനസ് ആയെങ്കിലേ അത് നെഗറ്റീവ് വരുള്ളൂ. ഓക്കെ. അപ്പൊ 3 - 2 -6 എന്നല്ല ആൻസർ കിട്ടുന്നത്. 3 ന്ന് 2 പോയാൽ എത്രയാ? 1. 1 ന്ന് 6 പോയി കഴിഞ്ഞാൽ എത്രയാ? -5. അപ്പൊ നമ്മുടെ ആൻസർ -5 ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 1/x dx. ശരിയല്ലേ? ഇത് ആരുടെയാ? ഇത് നമ്മളുടെ log x ആണ് അല്ലെ. log x + c ആണ്. കറക്റ്റ് അല്ലേ? അതായത് ഇങ്ങനെ ആലോചിക്കുക, ആരുടെ ഡെറിവേറ്റീവ് ആണ് 1/x? log x ന്റെ ഡെറിവേറ്റീവ് അല്ലേ 1/x. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം. കാരണം എന്താ? d/dx ഓഫ് log x എന്ന് പറയുന്നത് 1/x. അപ്പൊ ഞാൻ രണ്ട് സൈഡിലും ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ എന്താ? log x എന്ന് പറയുന്നത് നമുക്ക് ഇന്റഗ്രൽ 1/x dx എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ sin x + cos x dx അല്ലേ. ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇന്റഗ്രൽ sin x എന്തെന്നാ? -cos x അല്ലെ. ഇന്റഗ്രൽ cos x sin x. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അതൊന്ന് തിരിച്ചെഴുതാം. അതായത് ഇതിനെ നമുക്ക് sin x - cos x + c എന്ന് എഴുതാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇന്റഗ്രൽ 3dx അല്ലെ. എന്ന് പറഞ്ഞാൽ അതെന്താ? 3 × ഇന്റഗ്രൽ 1 dx ആണ് അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 എന്താ? x ആണ് അല്ലെ. അപ്പൊ 3x + c. ഇത്രയേ ഉള്ളൂ. അടുത്തത് ഓർഡറും ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പൊ എന്താ? d²y / dx² + 3 × dy/dx ഹോൾ ക്യൂബ് ഈക്വൽ ടു 5. നോക്കിയാൽ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ dy/dx പവർ 3 ഇട്ടേക്കണേ. അതല്ലാണ്ട് അത് തേർഡ് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നതല്ല. ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് വന്നിരിക്കുന്നത് ഏതാ? d²y/dx² ആണ്. ശരിയല്ലേ? അതായത് ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവും ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കൂടുതൽ. അതുകൊണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? ആ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ പവർ എത്രയാണോ അത്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ ഫുൾ ആയിട്ട് അതിന്റെ പവർ ആയിട്ട് അവിടെ 3 കിടക്കുന്നുണ്ടല്ലേ ഫസ്റ്റ് ഡെറിവേറ്റീവിന്. അതുപോലെ ഇവിടെ എത്ര കിടക്കണേ? 1. അപ്പൊ അങ്ങനെ ഓർഡർ 2ഉം അതേപോലെ തന്നെ ഡിഗ്രി 1ഉം കിട്ടി. അടുത്തത് 9th one. ഇത് നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx സോൾവ് ചെയ്യാനാ പറഞ്ഞേക്കണം അല്ലെ. എങ്കിൽ dy/dx x ആകുന്ന ആളെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ?
ഡി വൈ ഈക്വൽ ടു എക്സ് ഡി എക്സ് എന്ന് എഴുതാം. നോക്കിയാൽ രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്തൂടെ സുഖമായിട്ട്. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് വൈ കിട്ടും. അപ്പുറത്തെ സൈഡിലോ എക്സിന്റെ ഇന്റഗ്രൽ എന്താ, എക്സ് സ്ക്വയർ ബൈ 2 അല്ലെ, പ്ലസ് സി ആണ്. അങ്ങനെ നമുക്ക് വൈന്റെ ആൻസർ കിട്ടും.